ഇവിടെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഭാരതാംബയുടെ ചിത്രം എന്നോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നു. ഇതാണ് ഭാരതാംബയുടെ ചിത്രം എന്ന് ആരാണ് തീരുമാനിച്ചത്? RSSന് അതിന് എന്ത് അട്ടിപ്പേർ അവകാശമുള്ളത്? സഹസ്രാബ്ദങ്ങളായില്ലേ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം നിൽക്കുന്നത്? സഹസ്രാബ്ദങ്ങളായി. അന്ന് ബ്ലൗസും സാരിയും ഉടുത്ത ഒരു ഭാരതാംബയുണ്ടോ? 10,000-കണക്കിന് വർഷം മുമ്പ് ബ്ലൗസും സാരിയും ഉടുത്ത ഒരു ഭാരതാംബയുണ്ടോ? കാവിക്കൊടി അന്ന് 10,000-കണക്കിന് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടോ? അന്ന് വസ്ത്രങ്ങളെ ഇല്ലാന്നേ, തുണിയേ ഇല്ലല്ലോ, അത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ലോകത്ത്. ഇതൊക്കെ വന്നത് എപ്പ? ഈ ബ്ലൗസും സാരിയൊക്കെ ഇന്ത്യയിൽ തന്നെ ഉപയോഗത്തിൽ, എല്ലാവരുടെയും ഉപയോഗത്തിൽ വന്നത് എപ്പോഴാ? ഏതാനും വർഷങ്ങൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ, ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമായിട്ടുള്ള ഉപയോഗത്തിലിരിക്കുന്ന ബ്ലൗസും സാരിയും ഉടുപ്പിച്ച് ഒരു കാവിക്കൊടിയും കൊടുത്തിട്ട് ഒരു സ്ത്രീയെ വരച്ചു വെച്ചാൽ അത് ഭാരതാംബയാകുമോ? ഇനി നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഗവർണർ, RSSകാരനായ ഗവർണർ കൊണ്ടുവന്നിട്ട് അവിടെ തൊട്ടാണല്ലോ ഈ വിവാദം തുടങ്ങുന്നത്. രാജ്ഭവനിൽ കൊണ്ടുവന്ന ഔദ്യോഗിക പരിപാടിയിൽ ഇത് ശരി, വിഷ്ണു പറയുന്നു ഇത് ഞങ്ങളുടെ സ്വകാര്യ പരിപാടിയാണ്, ഞങ്ങൾ എടുത്ത് ചെയ്തത്. എന്നാൽ കൃഷി വകുപ്പിന്റെ പരിപാടിയിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയിലും രാജ്ഭവനിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ RSS ചിത്രം വന്നത്? ഇത് തന്നെയാണ് ഭാരതാംബയുടെ ചിത്രമെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തീരുമാനിക്കാൻ കഴിയുന്നത്?